ഹായ് നമ്മളെ ഈ കൂൺകൃഷിക്കകത്ത് ഒരുപാട് പേര് ഈ വൈക്കോല് എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഓരോ ക്ലാസ് എടുക്കാൻ പോകുന്ന നേരത്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് ഒറ്റ പച്ച പോലും ഇല്ല. നന്നായിട്ട് ഉണങ്ങിയ കച്ചയാണ്. ഇങ്ങനെ നമ്മൾ ഉണങ്ങിയ കച്ചയാണ്, അതായത് ബ്രൗൺ നിറത്തിലുള്ള കച്ചയാണ് നമ്മൾ കൂൺകൃഷിക്ക് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ തമിഴ്നാട്ടിൽ ഇരുന്നാണ് എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ വലിയൊരു ടാങ്കിയാണ് ഉള്ളത്. ഇതിനകത്ത് 3 റോള് കൊള്ളും. എന്നിട്ട് ഈ ടാങ്കിനകത്ത് നമ്മുടെ ലായനിയം കലക്കി സെറ്റാക്കിയതിന് ശേഷം, അതായത് ഈ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം, അതായത് ഒരു 1800 ലിറ്റർ വെള്ളമോളം പിടിക്കും. അതിനകത്താണ് നമ്മൾ വൈക്കോല് മുക്കിയിടുന്നത്. മുക്കിയിട്ടതിന് ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഡ്രൈ ചെയ്ത് എടുക്കുന്നത്. ആയിക്കോട്ടെ, ഇത് നാളെ ഞാൻ ഡ്രൈ ചെയ്യുന്നതിൻ്റെ കാണിക്കാം. ഇന്ന് നമ്മൾ വൈക്കോല് മുക്കിയിടുന്നതിൻ്റെ ഇതാണ് ഞാൻ ഇട്ടത്. അപ്പം വൈക്കോല് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള വൈക്കോല് തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. എങ്കിൽ നമുക്ക് കണ്ടാമിനേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ പഴകിയ വൈക്കോല് ഒരിക്കലും, ഒത്തിരി പഴകിയ വൈക്കോല് പൂപ്പലുള്ളത് നോക്കാതിരിക്കുക. എപ്പോഴും വന്നിട്ട് ഇതുപോലെ ബ്രൗൺ നിറത്തിലുള്ള ഉണങ്ങിയ വൈക്കോല് തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക.